ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൺ ലൈഫ് ലിവ് വിത്ത് 007. ചെറിയൊരു വീഡിയോ ഞാനിപ്പോൾ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇൻസിഡൻറ്റ് നടന്നിരുന്നു. അപ്പം അത് വലിയൊരു ഹാപ്പി ഇൻസിഡൻ്റ് ഒന്നല്ലായിരുന്നു. വളരെ ഒരു സങ്കടപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു നടന്നിരുന്നത്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശനിയാഴ്ച ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഇവിടെ നല്ല ബാഡ് വെതർ കണ്ടീഷനായിരുന്നു. അതായത് നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. റോഡൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഒരു ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് നടന്നത്. അത് നമ്മളെങ്ങനെ ഇൻവോൾവ് ആയി എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ വഴിയെ പറയാം. ഇന്ന് ശരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാനിരുന്ന വീഡിയോ ഒരു ഫുഡ് വ്ളോഗായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പ്ലാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ പോയിട്ട് ആ ഫുഡ് വ്ളോഗ് എടുത്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇന്ന് അപ്ലോഡ് ചെയ്യാം, ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യാം എന്നായിരുന്നു. കാരണം നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്നോ ഫോളിങ്ങിൻ്റെ വീഡിയോയ്ക്ക് വളരെ നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയത്. കുറേ പേര് എന്നെ വിളിച്ചു കേട്ടോ, കുറേ പേര് വിളിച്ചു. വീഡിയോ എടുത്തിരിക്കുന്നതും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പം എല്ലാവർക്കും അതിന് താങ്ക് യു. പിന്നെ നിങ്ങൾ പരമാവധി ഷെയറൊക്കെ ചെയ്ത്, കുറേ പേര് ഷെയറൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു. അതിന് എല്ലാവർക്കും താങ്ക് യു പറയുന്നു. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം പറ്റിയ ഇൻസിഡൻറ്റ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയി. ആക്സിഡൻറ്റ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫോൾട്ടൊന്നല്ലായിരുന്നു. എന്നാലും അതിൽ ഞാനും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്ക് വളരെ സങ്കടപ്പെട്ട. എനിക്കെന്ന് മാത്രമല്ല, മീനും വളരെ ഡള്ളായിരുന്നു. ഇന്നലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ പേരെല്ലാം നമ്മളെ ആശ്വസിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് സെറ്റായി വന്നത്. എങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വൈകുന്നേരം ഒരു 7:30 ആയിട്ടുണ്ടാകും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴി വീടിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിരുന്നു. ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ എത്താൻ വേണ്ടി. അപ്പം സാധാരണ ഞാനൊരു 8 മണിയൊക്കെ ആകാറാകുമ്പോഴേക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാറ്. പക്ഷേ ഇന്നലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച നേരത്തെ ഇറങ്ങി. അത് ഓവർ ടൈമിനായിരുന്നു ഞാൻ പോയിരുന്നത്. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മീനുണ്ടായിരുന്നില്ല. അപ്പോൾ വരുന്ന വഴിക്ക് നല്ല മഴയും നല്ല കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് എന്തോ ഒരു സാധനം വന്ന് ഒറ്റ വീഴ്ച. അപ്പോൾ നമ്മുടെ വിൻസ്ക്രീൻ എല്ലാം പൊട്ടിപ്പോയി. ഞാനൊരു 30 to 40 കിലോമീറ്റർ ഫാസ്റ്റിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. അപ്പം വിൻസ്ക്രീൻ ഫുള്ള് പൊളിഞ്ഞു പോയില്ല, പക്ഷെ ആ ഒരു പൊട്ടലിങ്ങനെ വന്ന് വീണ് എന്തോ സാധനമായിട്ട് ഊർന്നിറങ്ങിപ്പോയി. അപ്പം എനിക്ക് മനസ്സിലായില്ല അതൊരാളായിരിക്കും അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ കാണുന്നില്ല. അപ്പം തന്നെ ഞാൻ റൈറ്റ് ട്രാക്കിലായിരുന്നു. പിന്നെ വണ്ടി സ്ലോയിൽ ഓടിക്കൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ചവിട്ടിയാൽ പെട്ടെന്ന് പിടികിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വണ്ടി നിർത്തി. അപ്പം നോക്കുമ്പോൾ പുറത്തിറങ്ങി നോക്കാനായിട്ട് പറ്റുന്നില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു. അവിടെ നോക്കിയിട്ട് ആരും കാണുന്നില്ലായിരുന്നു. ഞാൻ നോക്കിയിട്ട് ആരും കാണുന്നില്ലായിരുന്നു. വഴിയിൽ വേറെ വണ്ടിയൊന്നും ബാക്കിലൊന്നും വന്ന് നിൽക്കുന്നുമില്ല. അപ്പം ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. എന്നിട്ട് എനിക്ക് അസിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ എനിക്ക് ഇൻഫർമേഷൻ എല്ലാം തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ മീനുവിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി മീനു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പം തന്നെ ഞാൻ ഇൻഷുറൻസിലും വിളിച്ചു. എൻ്റെ ഇൻഷുറൻസ് അവരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് ടോയ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. കാരണം എനിക്ക് വേറെ ടോയൊന്നുമായിട്ട് എനിക്കൊരു കണക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ നമ്പർ സേവ് ചെയ്ത് വെക്കുക അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും അതൊക്കെ ചെയ്യണം. നമ്മൾ എമർജൻസി വരുന്ന നമ്പറുകളെല്ലാം സേവ് ഒക്കെ ചെയ്ത് വെക്കണം. അപ്പം നെക്സ്റ്റ് ടൈം എനിക്കിപ്പം മനസ്സിലായി, അതുകൊണ്ട് എല്ലാം സേവ് ചെയ്ത് വെക്കും. ഓക്കെ, വാമി ഇവിടെ ഇരിക്കുന്നുണ്ട്, വാമിക്കുട്ടി അല്ലേ. അപ്പം ഒരു 10-15 മിനിറ്റ് കൊണ്ട് എല്ലാവരും വന്നു, ടോക്കാർ വന്നു. പിന്നെ എനിക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടി. പോലീസുകാരും പറഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പുറകിലേക്ക് നോക്കിയപ്പോഴേക്കും അവിടെ ആംബുലൻസ് എത്തി. ആരാ ആംബുലൻസ് വിളിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഒരാളാണ് വന്ന് വീണത് നമ്മുടെ വണ്ടിയിൽ നിന്ന്. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ വണ്ടിയാണോ ഇടിച്ച്, അതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും ഞാൻ പുറത്തിറങ്ങി, കാരണം നമ്മുടെ ടോക്കാർ വന്നു. അപ്പം ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പം അവിടെ ആംബുലൻസുകാർ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ടോക്കാർ പറഞ്ഞു, ടോക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്കാർ വേറെ വഴിയിലുള്ള വേറൊരാളായിട്ട് സംസാരിച്ചു. അവിടെ വിറ്റ്നസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം ആൾ പറഞ്ഞു വേറൊരു വണ്ടിയാണ് ശരിക്കും, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ വണ്ടി വന്നു, നമ്മൾ ഈ ഡയറക്ഷനിൽ ഓടിക്കുമായിരുന്നു. ഈ സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഒരു വഴിപോക്കൻ ശരിക്കും റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന സീബ്ര ലൈനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തപ്പം ആ വണ്ടി വന്ന് ഇടിച്ച് ആ ആള് എൻ്റെ വണ്ടിയുടെ മുകളിലേക്ക് പറന്നു വന്ന് വീഴുമായിരുന്നു ചെയ്തത്.
അതാണ് സംഭവിച്ചത് ശരിക്കും. അപ്പോൾ മറ്റേ വണ്ടി ഇടിച്ചിട്ട വണ്ടിയാണെങ്കിൽ നിർത്താതെ പോയി. അത് സ്വാഭാവികം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനിക്കാവും. എനിക്കും ഇത് വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഓടിച്ചു പോകണോ എന്താന്നുള്ള മനസ്സിൽ എന്താണ് നമുക്ക് ഒരു 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 പാനിക്ക് ഒരു സംഭവമാണ് വരുന്നത്. പക്ഷെ ഞാൻ അവിടെ വണ്ടി നിർത്തിയായിരുന്നു, അപ്പം തന്നെ വണ്ടി നിർത്തി. അത് കഴിഞ്ഞപ്പം ആള് പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് വേറെ വണ്ടി വന്ന് ഇടിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് ആള് വന്ന് വീണ് അങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞ് ടോക്കാരെല്ലാം സെറ്റ് ചെയ്ത്, അതായത് ഇൻഷുറൻസ് എല്ലാം വിളിച്ച് സെറ്റ് ചെയ്ത് ഒരു 30 to 45 മിനിറ്റ്സിൽ എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റി. അപ്പോഴേക്കും ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി. രഞ്ജിതേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പോൾ ആളെ ഞാൻ വിളിച്ചു വരുത്തി. ആളോട് വിളിച്ചപ്പോഴേക്കും ആൾ പെട്ടെന്ന് തന്നെ വന്നു. ആളും ഉണ്ടായിരുന്നു അവിടെ. ഇവർ വരുന്ന സമയത്ത് തന്നെ ആളും ഉണ്ടായിരുന്നു. അപ്പം ആള് പറഞ്ഞായിരുന്നു അവിടെ ആംബുലൻസിൽ എനിക്ക് നോക്കാനായിട്ട് പോയി നോക്കാനായിട്ട് ഒക്കെ പേടിയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇനി ഭയങ്കരമായിട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിലും വന്ന് വീണല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും രഞ്ജിതേട്ടൻ പറഞ്ഞു ആള് തലവൊക്കെ നോക്കി ആള് ഇരിക്കുന്നുണ്ട്, സ്ട്രെച്ചറിൽ ഇരുന്നിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ സമാധാനമായി. വലിയ കാര്യമായിട്ടൊന്നും പറ്റില്ലേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്തായാലും വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായ ചാൻസ് കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചാൻസ് കുറവാണോന്ന് എനിക്കറിയത്തില്ല, വലിയ കാര്യമായിട്ട് പറ്റല്ലേ എന്നായിരുന്നു നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിവേ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും മീന് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. രഞ്ജിതേട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് രഞ്ജിതേട്ടൻ പോയി. ഞാൻ അവിടെ വന്നു. പിന്നെ ഭയങ്കര ശോകമായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു. നമ്മളങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പല രീതിക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പോലീസുകാരോട് സംസാരിച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞു, ഇന്ന് നല്ല മഴയൊക്കെ അല്ല, നിങ്ങൾ ഇന്ന് വന്ന് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, 24 hours നിങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സൺഡേ, അതായത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ അന്ന് സംഭവിച്ചത്, അന്ന് അവർ ഇൻഷുറൻസുകാരുമായിട്ട് സംസാരിച്ച് ഇൻഷുറൻസുകാർ അവർക്ക് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു, ഒരു ഗോഡൗൺ പറഞ്ഞു കൊടുത്തു. ആ ഗോഡൗണിൽ നമ്മുടെ വണ്ടി കൊണ്ടുപോയി ഇടണം. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അവരുടെ കൺസൾട്ടൻറ്റ് നമ്മളെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്കൊരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് നമ്പർ വേണം. ആ നമ്പറായിട്ട് നമ്മൾ വിളിക്കുമ്പം അവർ നമ്മുടെ ക്ലെയിം നമ്പർ തരും. എന്നിട്ട് അവരൊരു ആളെ അസൈൻ ചെയ്യും. ആൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചത് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ നമ്മൾ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്കൊരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എനിക്ക് അവരൊരു ഫോം തന്നു. ആ ഫോമിൽ നമ്മൾ എന്താണ് ഡീറ്റെയിൽസ് എല്ലാം തെറ്റാതെ, അതായത് കറക്റ്റ് ഇൻഫോർമേഷൻ തന്നെ എഴുതണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഇൻഫോർമേഷൻ എഴുതി. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൊടുക്കണം, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അത് എഴുതി കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുമ്പം അവർ നമ്മളുടെ അടുത്ത് ചോദിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ എഴുതിയ ഇൻഫോർമേഷനും നമ്മൾ പറയുന്ന ഇൻഫോർമേഷനും കറക്റ്റ് ആണോ എന്ന് അവർ നോക്കും. അപ്പം കറക്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അവർ നമ്മൾ അന്ന് രാത്രി തന്നെ അവരെ വിളിച്ച് ഇൻഫോം ചെയ്ത് തരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, ആൾക്ക് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, അപ്പം സ്ലൈറ്റ്ലി ഇഞ്ചേർഡ് ഉള്ളൂ, അവർ ആംബുലൻസ് കൊണ്ടുപോയി, അപ്പം വലിയ വിഷയമില്ല, നിങ്ങൾ സമാധാനപ്പെടുക, നിങ്ങളുടെ ഭാഗത്തല്ലല്ലോ തെറ്റ്, നിങ്ങളങ്ങനെ ഇത് ചെയ്യേണ്ട ബോധരാകേണ്ട ആവശ്യമൊന്നുമില്ല, അതിപ്പോൾ എന്തായാലും സംഭവിച്ചു. പിന്നെ ആള് ക്രോസ് ചെയ്യാൻ പാടില്ല, ആൾ ക്രോസ് ചെയ്ത് മറ്റേ വണ്ടി ഇടിച്ച് നിർത്താതെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് അവർക്ക് CCTV ക്യാമറ, സ്ട്രീറ്റിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നു, അതുവഴി അവർക്ക് മോർ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനും സമ്മതിച്ചു. പിന്നെ അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു സമാധാനമായത് കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരും ഒക്കെ വിളിക്കുകയും വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമാധാനമായി. എന്നിട്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറയുന്നത്. കാരണം എല്ലാവരോടും പറയാൻ പേടിയായിരുന്നു. എൻ്റെ കസിനെ ഞാൻ വിളിച്ചന്ന് തന്നെ പറഞ്ഞായിരുന്നു. അവൻ UK-യിലായിരുന്നു. അപ്പോൾ അവനെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. കാരണം നമുക്ക് ആരെങ്കിലോട് പറയണമല്ലോ എന്താ സംഭവിച്ചതെന്നുള്ളത്. നമുക്ക് ഇനി പോലീസ് സ്റ്റേഷനിലെല്ലാം എന്താണ് അവസ്ഥ, അതായത് വാദിപ്രതിയാകുമോ എന്താണെന്നുള്ളൊരു പേടി. നമ്മുടെ നാട്ടിലെ ഒരു സെറ്റപ്പൊക്കെയാണ് നമുക്ക് തിങ്ക് ചെയ്ത് ഇങ്ങനെ വരുന്നത്. അപ്പം നാട്ടിലെ സെറ്റപ്പോ ഒന്നല്ല, ഇവിടെ മൊത്തത്തിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ഒരു സെറ്റപ്പ് നമുക്ക് എന്തായാലും ആക്സിഡൻറ്റ് ആയി ഒരു പ്രാക്ടീസ് എനിക്ക് കിട്ടിയേക്കുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ സെറ്റപ്പ് എന്താണെന്ന്. വളരെ നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റപ്പായിരുന്നു. നമുക്ക് നമ്മളെ അതായത് മാനസികമായിട്ട് വേദനിപ്പിക്കുക, നമുക്ക് അധികം സ്ട്രെസ് തരുമോ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ വണ്ടിയും ഇൻഷുറൻസുകാർ ടേക്ക് കെയർ ചെയ്തു. ഇനിയൊരു 2 weeks പിടിക്കുമായിരിക്കും. കാരണം വിൻഡ് സ്ക്രീൻ ചെറുതായിട്ട് വിൻഡ് സ്ക്രീനിലേക്ക് വന്ന് വീഴുക ചെയ്തത്. ആൾക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു നോക്കുമ്പോൾ. ആളുടെ ബാക്ക് ഭാഗം വന്നിട്ട് അടിച്ച് കയറുക ചെയ്തത്. അതുകൊണ്ട് ഒരു റൗണ്ട് പാകത്തിലാണ് വിൻഡ് സ്ക്രീന് പൊട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആള് ഊർന്ന് വീഴുന്ന സമയത്ത് നമ്മുടെ ബോണറ്റും ഞെങ്ങി പോയിട്ടുണ്ട്. ആ ബോണറ്റും ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഊർന്ന് വീഴുന്ന സമയത്ത് ആ ബെൻസിന്റെ വലിയൊരു എംബ്ലം ഉണ്ടായിരുന്നു, ലോഗോ. ആ ലോഗോയും പൊളിഞ്ഞു പോകുന്നു.
അത്രയാണ് നമുക്ക് പറ്റിയത്. എന്നിട്ട് ചെറിയ ചെറിയ പെയിൻറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ബോണറ്റിൻ്റെ അവിടെയൊക്കെ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇൻഷുറൻസുകാർ മെയിൻലി അവർ മിക്കതും പാനൽ ബീറ്റേഴ്സിൻ്റെ അടുത്തേ വിടത്തുള്ളൂ. പാനൽ ബീറ്റേഴ്സിൻ്റെ ചെയ്യാവുന്ന പണിയുള്ളൂ. കാരണം മെക്കാനിക്കലി വണ്ടിക്ക് റോങ് ഒന്നും വന്നിട്ടില്ല. ബോണറ്റ് തകർന്ന് ഉള്ളിലേക്ക് അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. എഞ്ചിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വലിയ വിഷയമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം പാനൽ ബീറ്റേഴ്സിന് സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു 15 ദിവസത്തിൽ വണ്ടി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നടന്നത്. അതുകൊണ്ട് ഈ ആഴ്ച മിക്കതും വീഡിയോ ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇന്നലെ പോയി വീഡിയോ എടുത്തിട്ട് ഇന്ന് ഇടാം എന്നായിരുന്നു പ്ലാനൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ ഇന്ന് വെതർ തിരക്കേടില്ലാത്ത വെതറാണ്. ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ല. കാരണം ഡ്യൂട്ടിക്ക് എനിക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ 14 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം വൺ സൈഡ്. അപ്പം രാവിലെ തന്നെ വാമീനെ കൃഷി വിട്ടിട്ട് ഞാനും മീനും കൂടി ഡ്യൂട്ടിക്ക് പോകാന്ന് വെച്ചാൽ ടാക്സി വിളിച്ച് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മെനക്കേടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മാസം അങ്ങനെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ആ ഫെസിലിറ്റി ഒക്കെ വളരെ ലിമിറ്റഡ് ഫെസിലിറ്റിയാണ്. നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു റെൻറ്റിന് കാറ് നോക്കി നടക്കുമായിരുന്നു. റെൻറ്റിന് കാറ് ഞങ്ങൾക്ക് കിട്ടി. ഒരു ഷെവർലെറ്റിൻ്റെ ഒരു വണ്ടിയാണ് കിട്ടിയേക്കുന്നത്. അപ്പം 15 ഡേയ്സിന് വേണ്ടിയാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാൻ, ഇനി വണ്ടി നമുക്ക് ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണോ വേണ്ടയോ എന്ന് 2-3 വട്ടം ഇങ്ങനെ ആലോചിച്ചു. കാരണം നമ്മളുടെ വീഡിയോസ്, നമ്മൾ ട്രാവലിങ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറ്റിയൊരു ഇൻസിഡൻറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ലതാണോ എന്നോ, അതായത് ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് അന്ന്. അതുകൊണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണോ വേണ്ടോ എന്ന് ഇങ്ങനെ പലവട്ടം ആലോചിച്ചു. അപ്പം ആദ്യം മീനും പറഞ്ഞു അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഞാനും ആലോചിച്ചു അങ്ങനെ എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു ഇപ്പം മെൻ്റലി ഞങ്ങൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ വിചാരിച്ചു നിങ്ങളും കൂടി അറിയട്ടെ, എന്തായാലും ഇൻഫോർമേഷൻ, എന്തായാലും ഇതൊരു ഇൻസിഡൻറ്റ്, നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം നിങ്ങളും കൂടി ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ ചെയ്യാം, ഈ ആഴ്ചയിൽ മിക്കതും വീഡിയോ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്ന്. ആ ഒരു ഇൻഫർമേഷനും കൂടി നിങ്ങൾക്ക് തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ചെറിയൊരു വീഡിയോ ഇതെടുക്കുന്നത് കേട്ടോ. ദേ വാമിക്കുട്ടി ദേ ഇവിടെ ഉണ്ട്. വാമിക്കുട്ടി ദേ ബേബിക്ക് വാട്ടർ കൊടുത്തോണ്ടിരിക്കുവാണേ. അല്ലേ ദേ ക്യാമറയിൽ നോക്കി വാട്ടർ കൊടുത്തി, എന്നാ കൊടുക്ക് ബേബിക്ക് വാട്ടർ കൊടുത്ത്. കണ്ടോ വാമിക്കുട്ടി ദേ ബേബീനെ ഫീഡ് ചെയ്യുന്നു. ഒരു ഹായ് പറഞ്ഞേ, അവരോട് ഒരു ഹായ് പറഞ്ഞേ. ഹായ് ചിരിക്കി, സ്മൈൽ പ്ലീസ്, സ്മൈൽ പ്ലീസ്. വാമിക്കുട്ടി കുറേ ദിവസത്തിന് ശേഷം ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ. കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ 95% മഴയായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടെ ആലിപ്പഴം വീഴലും അത് ഇതൊക്കെയായിരുന്നു. പിന്നെ സ്നോ വീണത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഒരു 100 കിലോമീറ്റർ അപ്പുറമൊക്കെ സ്നോ ആയിരുന്നു. ഇപ്പോഴും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ടൻസ് എല്ലാം സ്നോയിൽ കവർ ചെയ്ത് കിടക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോകളെല്ലാം എടുക്കുന്നത്. നിങ്ങൾ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ട വീഡിയോസ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ചെറിയൊരു വീഡിയോ, ഞങ്ങൾക്ക് പറ്റിയൊരു ഇൻസിഡൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനലിലുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 1 ലൈഫ് ലിവ് വിത്ത് 007, ലിവ് ഇൻ ദ മൊമെൻറ്റ്. Cheers.